ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സായി സച്ചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ചിത്ര. ഇന്ന് ചാപ്റ്റർ 31 അധ്യായം 31 എന്താണ് സായി സച്ചരിതത്തിൽ കേൾക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുഖപുരിയിൽ ആസന്ന മരണനായ ഒരാളുടെ അന്ത്യനിമിഷത്തെ ചിന്താഗതിയാണ് അയാളുടെ ഭാവിയെ കുറിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ യാതൊരുത്തൻ അന്ത്യനിമിഷങ്ങളിൽ എന്നെ സ്മരിക്കുന്നുവോ അവൻ നേരെ എന്നിലെത്തുന്നു. വേറെ ഏതിലാണ് അവൻ ശ്രദ്ധ പതിപ്പിക്കുന്നതെന്നാൽ അതിലേക്ക് അയാളുടെ ജീവൻ ചെന്നു ചേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അന്ത്യനിമിഷത്തിൽ എന്ത് സദ്വിചാരമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു രൂപവുമില്ല. കാരണം പലപ്പോഴും പല കാരണങ്ങളാലും അന്നേരം നാം ഭയപ്പെടാനും ഭീകരത അനുഭവിക്കാനുമാണ് സാധ്യത. അതുകൊണ്ട് അന്ത്യനിമിഷത്തിൽ സദ്വിചാരങ്ങളിലേക്ക് മനസ്സിനെ നയിക്കാൻ ചിരകാല പരിശ്രമം തന്നെ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാ ഋഷീശ്വരന്മാരും സദാസമയവും നാമം ജപിക്കുവാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വന്നാൽ അന്ത്യനിമിഷത്തിൽ മനസ്സ് പതറിപ്പോകുന്നതല്ല. ഭക്തന്മാർ അങ്ങനെ സർവവും ഋഷീശ്വരന്മാരിൽ അർപ്പിച്ചാൽ അവസാന നിമിഷം വരെ ഋഷീശ്വരന്മാർ അവരെ നയിക്കുന്നതാണ്. അത് ചില ഉദാഹരണങ്ങളോടുകൂടിയാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് വിജയാനന്ദ്. അത് നമ്മൾ ഭഗവത്ഗീതയിൽ കേട്ടിട്ടുണ്ട്. എങ്ങനെ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അല്ലേ, നമ്മളുടെ അന്ത്യനിമിഷം എപ്പോഴാണ് വരിക, അന്ത്യനിമിഷത്തിൽ നമ്മൾ എന്താ ചിന്തിക്കുക. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അതുകൊണ്ടാണ് സത്ചിന്തകൾ പരിശീലിക്കാൻ നാമജപം. ജാമുളൻ്റെ കഥ തന്നെ മകന് അങ്ങനെ ഒരു പേര്, നാരായണൻ എന്നൊരു പേരിട്ട്. കാരണം പേടിച്ചിട്ട് നാരായണ നാരായണ രക്ഷിക്കൂ എന്നുള്ള മകനെയാണ് വിളിച്ചതെങ്കിലും നാരായണൻ്റെ പേരാണ് വന്നത്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ പേരൊക്കെ വേറെ പോലെ ശാശു എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിലും നല്ലത് നമ്മൾ മക്കളെ വിളിച്ചില്ലെങ്കിലും ശരിക്കും ഈശ്വരനാമം തന്നെ നമ്മൾ മനസ്സിൽ സ്മരിക്കാം എന്ന് ചിന്തിക്കാം അല്ലേ. പിന്നെ വിജയാനന്ദൻ്റെ കഥയിലൊക്കെ നമുക്ക് ഉദാഹരണമാണ് ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് ആ ഒരു തിയറി നമ്മളിപ്പോൾ മനസ്സിലാക്കി പ്രാക്ടിക്കൽ എന്തായിരുന്നു കണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു മദ്രാസി സന്യാസിയായ വിജയാനന്ദ് മാനസ സരസിലേക്ക് തീർത്ഥയാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ബാബയുടെ പ്രശസ്തി കേട്ട് അദ്ദേഹം ഷിർദിയിൽ വന്നു. അവിടെ വെച്ച് ഹരിദ്വാറിലെ സോമദേവ് സ്വാമിയെ കാണുകയും അദ്ദേഹത്തോട് മാനസ സരസിലേക്കുള്ള യാത്രയുടെ വിവിധ വശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. സ്വാമി അയാളുടെ മാനസ സരസ് ഗംഗോത്രിയിൽ നിന്നും 500 നാഴിക അകലെയാണെന്നും വഴി വളരെ വിഷമം പിടിച്ചതാണെന്നും മഞ്ഞ് മൂടിയതാണെന്നും ഓരോ 150 നാഴിക പോയാലും ഭാഷ മാറുമെന്നും ഭൂട്ടാനിലെ ജനങ്ങൾ വളരെ സംശയാലുക്കളാണെന്നും അവർ തീർത്ഥാടകർക്ക് അത്യധികം വിഷമങ്ങൾ സൃഷ്ടിക്കുമെന്നും പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് സന്യാസി നിരാശനായി യാത്ര വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് അദ്ദേഹം ബാബയുടെ അടുക്കൽ പോയി നമസ്കരിച്ചപ്പോൾ ബാബ അദ്ദേഹത്തോട് കോപിച്ച്, ഈ കൊള്ളരുതാത്ത സന്യാസിയെ ആട്ടി പുറത്താക്കുവാൻ, അയാളുടെ സംസർഗം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞു. സന്യാസിക്ക് ബാബയുടെ സ്വഭാവം അറിയില്ല. അയാൾ മനസ്സമാധാനമില്ലാതെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ അവിടെ തന്നെ ഇരുന്നു. അന്നേരം രാവിലത്തെ ദർബാർ നടക്കുകയായിരുന്നാൽ മസ്ജിദ് നിറയെ പുരുഷാരമായിരുന്നു. ബാബയെ പലവിധത്തിലും ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചിലർ പാദം കഴുകുന്നു, ചിലർ പാദതീർത്ഥം എടുത്ത് സേവിക്കുന്നു, ചിലർ പാദതീർത്ഥം കണ്ണിൽ വെക്കുന്നു, ചിലർ ബാബയെ ചന്ദനം പൂശുന്നു, ചിലർ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നു. അങ്ങനെ പലവിധം ആരാധന നടക്കുകയാണ്. ജനങ്ങൾ ജാതിമത ഭേദങ്ങൾ മറന്നാണ് ആരാധന നടത്തുന്നത്. സന്യാസിയോട് ബാബ കോപിച്ചെങ്കിലും സന്യാസിക്ക് ബാബയോട് അതിയായ ആദരവുണ്ടായിരുന്നാൽ സന്യാസി അവിടുന്ന് പോയില്ല. അദ്ദേഹം ഷിർദിയിൽ 2 ദിവസങ്ങൾ കൂടി താമസിച്ചപ്പോൾ മദിരാശിയിൽ നിന്നും അമ്മയ്ക്ക് അത്യധികം സുഖക്കേടാണെന്നൊരു കത്ത് കിട്ടി. അദ്ദേഹത്തിന് ഉടനെ അമ്മയുടെ അടുക്കൽ എത്തണമെന്നുണ്ടായിരുന്നെങ്കിലും ബാബയുടെ അനുവാദമില്ലാതെ പോകാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം കത്തും കയ്യിൽ വെച്ച് നാട്ടിലേക്ക് പോകാൻ ബാബയുടെ അനുവാദം ചോദിക്കാൻ ചെന്നു. അദ്ദേഹത്തിന് ഭാവി മനസ്സിലാക്കിയ സർവന്തര്യാമയായ ബാബ, അമ്മേ, നിനക്ക് ഇത്രമാത്രം സ്നേഹമാണെങ്കിൽ നീ എന്തിന് സന്യാസം സ്വീകരിച്ചു? കാവ്യവസ്ത്രത്തിന് സ്നേഹബന്ധം കൊള്ളില്ല. നീ താമസ സ്ഥലത്ത് പോയി കുറച്ച് ദിവസം സമാധാനമായിരിക്കണം. വാടിയിൽ പല കൊള്ളക്കാരുമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വാതിൽ ബന്ധിച്ചിരിക്കണം. അല്ലെങ്കിൽ എല്ലാം കൊള്ളയടിച്ചു പോകും. സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം ക്ഷണികമാണ്. ദേഹം നാശത്തിനും മരണത്തിനും വിധേയമാണ്. അതറിഞ്ഞ് ഇഹത്തിലെയും പരത്തിലെയും കാര്യങ്ങളിൽ ആസക്തിയില്ലാതെ നീ നിന്റെ കർമ്മം നിർവഹിച്ചാലും
അങ്ങനെ സർവവും ഹരിപാദങ്ങളിൽ അർപ്പിച്ച് യാതൊരു ഇപ്രകാരം ചെയ്യുന്നുവോ അവൻ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും മോചിതനായി പരമാനന്ദം പ്രാപിക്കും. തന്നോട് പ്രേമഭക്തികളോടുകൂടി ധ്യാനിക്കുന്നവനെ രക്ഷിക്കാൻ ഭഗവാൻ അവൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നു. നിന്റെ പൂർവ്വജന്മ സുഹൃതങ്ങളുടെ ആധിക്യം കൊണ്ടാണ് നീ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിക്കുക. നിന്റെ ജീവിതത്തിന്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലാക്കിയാലും നീ നിരാഗ്രഹിയായി നാളെ മുതൽ ഭാഗവത പാരായണം തുടങ്ങണം. ശ്രദ്ധവാനായി 3 ആഴ്ച കൊണ്ട് 3 സപ്താഹങ്ങൾ നടത്തണം. ഭഗവാൻ സന്തോഷിച്ച് നിന്റെ സങ്കടങ്ങൾക്കെല്ലാം നിവൃത്തി ഉണ്ടാക്കും. നിന്റെ വ്യാമോഹങ്ങൾ നശിച്ച് മനഃശാന്തി കൈവരും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അന്ത്യകാലം അടുത്തതായി മനസ്സിലാക്കിയ ബാബ മൃത്യുദേവനെ പ്രീതിപ്പെടുത്താനായി രാമവിജയം വായിക്കാനും പറഞ്ഞു. അടുത്ത ദിവസം പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് അദ്ദേഹം ലഡ്ഡി തോട്ടത്തിലിരുന്ന് ഭാഗവതം വായന തുടങ്ങി. 2 സപ്താഹം അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വളരെ ക്ഷീണിതനായി. വാടയിലേക്ക് മടങ്ങി വന്ന് 2 ദിവസം കൂടി അവിടെ കൂടിയതിൽ പിന്നെ 3-ാം ദിവസം ഫക്കീർ ബദേബാബയുടെ മടിയിൽ വെച്ച് തല വെച്ച് കിടന്ന് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. പിന്നീട് പോലീസ് അന്വേഷണം കഴിഞ്ഞ് ശവം മറവ് ചെയ്യാൻ അനുവദിച്ചു. മൃതദേഹം എല്ലാ ചടങ്ങുകളോടും കൂടി വേണ്ട വിധം സംസ്കരിച്ചു. ഇങ്ങനെ ബാബ സന്യാസിയെ സഹായിച്ച് സദ്ഗതി കൊടുത്തു. സാധാരണ സന്യാസി ആരും അവരുടെ മരണം എവിടെയായിരിക്കും എന്നുള്ള എപ്പോഴായിരിക്കും എന്നൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ ബാബ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അവസാന അന്ത്യകാല സമയത്ത് പരീക്ഷിത് മഹാരാജാവിനെ പോലെ തന്നെ ഭാഗവതം കേട്ട് സദ്ഗതി പോകാനുള്ള ഭാഗ്യമുണ്ടായി. ഇനി അടുത്ത ആൾ ബാലറാം മങ്കാർ എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്. ബാബയ്ക്ക് ബാലറാം മങ്കാർ എന്ന പേരായ ഗൃഹസ്ഥനായ ഒരു ഭക്തനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ മരിച്ചതിൽ പിന്നെ വീട്ടുകാര്യങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ച് അയാൾ ഷിർദിയിൽ സ്ഥിരതാമസമാക്കി. അയാളുടെ ഭക്തി കണ്ട് ബാബ അയാൾക്ക് സദ്ഗതി കൊടുക്കണമെന്ന് തോന്നി ഇപ്രകാരം ചെയ്തു. ബാബ അയാൾക്ക് 12 രൂപ കൊടുത്ത് സട്ടാറ ജില്ലയിലെ മച്ചീന്ദ്രഗതയിൽ പോയി താമസിക്കാൻ പറഞ്ഞു. മങ്കാർക്ക് ബാബയെ പിരിഞ്ഞ് താമസിക്കാൻ ആദ്യം മനസ്സ് വന്നില്ല. പക്ഷെ ബാബ അയാളെ ഗതയിൽ വെച്ച് ദിവസം 3 പ്രാവശ്യം ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തി. ബാബയുടെ വാക്കുകളിൽ വിശ്വസിച്ച് മങ്കാർ ഗതയിലേക്ക് പോയി. അവിടെ ആരോഗ്യകരമായ കാലാവസ്ഥയും നല്ല വെള്ളവും മറ്റു ചുറ്റുപാടുകളും അയാൾക്ക് ഇഷ്ടപ്പെടുകയും ബാബ പറഞ്ഞ പ്രകാരം അയാൾ അവിടെ വെച്ച് ധ്യാനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു അനുഭവം ഉണ്ടായി. സാധാരണ ഭക്തന്മാർക്ക് സമാധിസ്ഥരാകുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ മങ്കാരുടെ കാര്യത്തിൽ സാധാരണ നിലയിൽ ജാഗ്രതയിൽ തന്നെയാണ് അനുഭൂതി ഉണ്ടായത്. ബാബ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മങ്കാർ ബാബയെ കണ്ടെന്നു മാത്രമല്ല അയാളെ അങ്ങോട്ട് അയച്ചത് എന്തിനാണെന്ന് ബാബയോട് ചോദിച്ചു. ബാബ അതിന് പ്രകാരം മറുപടി പറഞ്ഞു. ഷിർദിയിൽ വെച്ച് നിന്റെ മനസ്സിൽ പലതരം വിചാരങ്ങളും പരിപാടികളും ഉദയം ചെയ്തത് കാരണം നിനക്ക് മനഃശാന്തി കൈവരുത്താനായാണ് ഞാൻ ഇങ്ങോട്ട് അയച്ചത്. നീ കരുതിയത് ഈ കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായ ഒരു ദേഹം മാത്രമാണ് ഞാനെന്നും ഷിർദിയിൽ മാത്രമുള്ള ഒരു വ്യക്തിയാണെന്നുമാണ്. ഞാൻ മറ്റെങ്ങുമില്ലെന്നും നീ ധരിച്ചിരുന്നു. ഇപ്പോൾ നീ നോക്കി തീരുമാനമെടുത്താലും ഷിർദിയിൽ കാണുന്ന അതേ വ്യക്തി തന്നെയാണോ ഇവിടെയും വെച്ച് കാണുന്നത്? അത് മനസ്സിലാക്കി തരാനാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്. ബാബ പറഞ്ഞ അവധി കഴിഞ്ഞ ശേഷം മങ്കാർ ഗതയിൽ നിന്നും സ്വന്തം നാടായ ബാന്ദ്രയിലേക്ക് പോയി. അയാൾക്ക് പൂനെയിൽ നിന്ന് ദാദറിലേക്ക് തീവണ്ടി മാർഗം യാത്ര ചെയ്യണമായിരുന്നു ഉദ്ദേശം. പക്ഷേ ചെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വലിയ ജനത്തിരക്കായിരുന്നു. ടിക്കറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ലങ്കോട്ടി മാത്രം ഉടുത്ത് ഒരു കമ്പിളിയും ചുമലിലിട്ടുകൊണ്ട് ഒരു ഗ്രാമീണൻ അയാളുടെ അടുത്ത് വന്ന് നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. മങ്കാർ ദാദറിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാമീണൻ എന്നാൽ എൻ്റെ ടിക്കറ്റ് എടുത്തോളൂ, എനിക്കിവിടെ കുറച്ച് അടിയന്തര കാര്യമുള്ളത് കൊണ്ട് ദാദർ യാത്ര റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മങ്കാർക്ക് ടിക്കറ്റ് കൊടുത്തു. അയാൾ വളരെ സന്തുഷ്ടനായി. പണം പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോഴേക്കും ഗ്രാമീണൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഗ്രാമീണനെ അവിടെ മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും കണ്ടുകിട്ടിയില്ല. വണ്ടി പുറപ്പെടുന്നവരെ കാത്തു നിന്നിട്ട് ആളെ കണ്ടില്ല. ഇത് വളരെ വിചിത്രമായ തരത്തിൽ 2-ാം പ്രാവശ്യം മങ്കാർക്ക് കിട്ടിയ അനുഭവമായിരുന്നു. പിന്നീട് മങ്കാർ നാട്ടിൽ പോയി ഷിർദിയിലേക്ക് തന്നെ മടങ്ങി വന്ന് ബാക്കി കാലം മുഴുവൻ ബാബയുടെ കൽപ്പനകൾ അനുസരിച്ചും ബാബയെ സേവിച്ചും കഴിച്ചുകൂട്ടി. അവസാന കാലം ബാബയുടെ അനുഗ്രഹത്തോടുകൂടി ബാബയുടെ സാന്നിധ്യത്തിൽ അന്ത്യശ്വാസം വലിക്കുവാനുള്ള മഹാഭാഗ്യവും അയാൾക്ക് ഉണ്ടായി. ഇനി 3-ാമത് താത്യ സാഹിബ് നൂൽക്കാരനെ കുറിച്ചാണ് ബാബ ഇവിടെ പറയുന്നത്. ഹേമത് പാൻ അത് എടുത്ത് കുറിച്ചിരിക്കുന്ന സംഗതികളാണ്. താത്യ സാഹിബ് നൂൽക്കാർ ഷിർദിയിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു എന്നല്ലാതെ ഹേമത് പാൻ മറ്റു വിവരങ്ങളൊന്നും പറയുന്നില്ല.
സായി ലീല മാസികയിൽ വന്ന ഒരു വിവരം ഇവിടെ പറയാം. 1909 താത്യ സാഹബ് പന്തർപൂരിലെ സബ് ജഡ്ജിയായിരുന്നു. അക്കാലത്ത് അവിടുത്തെ മംലത്ദാർ, അതായത് സബ് കളക്ടർ നാനാ സാഹബ് ചന്ദോർക്കർ ആയിരുന്നു. ഇരുവരും ഇടയ്ക്കിടയ്ക്ക് കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. താത്യ സാഹബിന് ഋഷിമാരെ വിശ്വാസമായിരുന്നില്ലെങ്കിലും നാനാ സാഹിബിന് ഋഷിമാരുടെ അതിയായ സ്നേഹാദരങ്ങളായിരുന്നു. നാനാ സാഹബ് പലപ്പോഴും നൂൽക്കാരോട് സായിബാബയുടെ ലീലകളെപ്പറ്റി പറയുകയും ബാബയെ ചെന്ന് കാണാൻ പ്രേരിപ്പിക്കുകയും പതിവായിരുന്നു. അവസാനം 2 വ്യവസ്ഥകളിൽ അയാൾ ഷിർദിക്ക് പോകാൻ സമ്മതിച്ചു. 1, അയാൾക്ക് ബ്രാഹ്മണനായ ഒരു വെപ്പുകാരൻ വേണം. 2, കാണിക്ക കൊടുക്കാൻ നല്ല നാഗപ്പൂർ മധുര നാരങ്ങ കിട്ടണം. ഈ 2 വ്യവസ്ഥകളും ദൈവഗത്യാ സാധിച്ചു. അപ്പോൾ ഒരു പാചകക്കാരൻ വേണം, കൂടെ ഒരു ബ്രാഹ്മണനായിട്ട് എന്നാണ് ആദ്യത്തത്. പിന്നെ കാണിക്ക കൊടുക്കാൻ നാഗപ്പൂർ മധുര നാരങ്ങ, അതാണ്. നാനാ സാഹിബിന്റെ അടുക്കൽ ജോലി അന്വേഷിച്ചു വന്ന ഒരു ബ്രാഹ്മണനെ അയാൾ നൂൽക്കാർക്ക് അയച്ചു കൊടുത്തു. ഒരു അജ്ഞാതാത്മാവൻ താത്യ സാഹിബിന് 100 നല്ല നാരങ്ങൾ പാഴ്സലായി അയച്ചു കൊടുത്തു. വ്യവസ്ഥകൾ പൂർത്തീകരിച്ചപ്പോൾ താത്യ സാഹിബിന് ഷിർദിയിൽ പോകേണ്ടി വന്നു. അയാളെ കണ്ടപ്പോൾ ആദ്യം ബാബ വല്ലാതെ കോപിച്ചു. പക്ഷെ ക്രമേണ പലതരം അനുഭവങ്ങളും ഉണ്ടായതിനാൽ താത്യ സാഹിബിന് ബാബ ദൈവാവതാരമാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ബാബയിൽ ആകൃഷ്ടനായ അയാൾ മരണം വരെ ഷിർദിയിൽ തന്നെ താമസിച്ചു. അവസാന നിമിഷങ്ങളിൽ പുണ്യഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കുകയും ബാബയുടെ പാദതീർത്ഥം സേവിക്കാൻ കൊടുക്കുകയും ചെയ്തു. അയാളുടെ മരണവാർത്ത കേട്ട് ബാബ പറഞ്ഞു, "ഓ താത്യ, നമ്മുടെ മുന്നിൽ പോയി. അവൻ ഇനി വീണ്ടും ജനിക്കില്ല." ഇനി അടുത്തത് 4ാമത് മേഘയെക്കുറിച്ചാണ്. മേഘയുടെ കഥ 28ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മേഘ മരിച്ചപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും മരണഘോഷയാത്രയിൽ പങ്കെടുത്തു. ബാബയും അവരുടെ കൂടെ പോയി ശവശരീരത്തിൽ പൂക്കൾ അർപ്പിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ബാബയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെ ബാബയെ കഥനഭാരത്തിൽ മുഴുകിക്കണ്ടു. പിന്നീട് ശവശരീരം പൂക്കളിട്ട് മൂടി ഒരു ഉറ്റ ബന്ധുവിനെ പോലെ കരഞ്ഞുകൊണ്ട് ബാബ മസ്ജിദിലേക്ക് മടങ്ങി. പല ഋഷിമാരും ജനങ്ങൾക്ക് സദ്ഗതി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ബാബയുടെ സമ്പ്രദായം അനിതര സാധാരണവും മഹത്വമേറിയതുമാണ്. ഒരു ക്രൂരമൃഗമായ പുലി പോലും ബാബയുടെ അടുക്കൽ സദ്ഗതിക്ക് വരികയുണ്ടായി. ഈ കഥ ഇനി അടുത്തു പറയാം. ഇനി 5ാമത്തതാണ് ആ പുലിയുടെ കഥ. ബാബയുടെ മഹാസമാധിക്ക് 7 ദിവസങ്ങൾക്ക് മുമ്പ് ഷിർദിയിൽ ഒരു വിസ്മയാവഹമായ സംഭവം നടന്നു. ഒരു കാളവണ്ടി വന്ന് മസ്ജിദിന് മുന്നിൽ നിന്നു. ഒരു പുലിയെ ചങ്ങലക്കെട്ട് കെട്ടിയതായിരുന്നു വണ്ടിക്കുള്ളിൽ. അതിന്റെ ഭീകരമായ മുഖം വണ്ടിക്ക് പിൻവശത്തേക്ക് തിരിച്ചായിരുന്നു അത് കിടന്നിരുന്നത്. അതെന്തോ അസഹ്യമായ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സൂക്ഷിപ്പുകാരായ 3 മുസ്ലിങ്ങൾ അതിനെ പല സ്ഥലത്തും കൊണ്ടു നടന്ന് കാഴ്ച വസ്തുവായി പ്രദർശിപ്പിച്ച് പണം സമ്പാദിക്കുകയായിരുന്നു. അവരുടെ ഉപജീവന മാർഗം ഈ പുലിയായിരുന്നു. അതിന്റെ സുഖക്കേട് മാറ്റാൻ അവർ പലതും പരീക്ഷിച്ചു നോക്കിയിട്ടും വിഫലമായി. അവർ ബാബയുടെ പ്രശസ്തി കേട്ട് മൃഗവുമായി അവിടെ എത്തിയതാണ്. അവർ അതിനെ ചങ്ങല പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കി വാതിൽക്കൽ നിർത്തി. സ്വതവേ ഭയങ്കര മൃഗം പോരെങ്കിൽ സുഖക്കേടും. അത് കാരണം അത് അത്യധികം വെപ്രാളപ്പെട്ടുകൊണ്ടിരുന്നു. ജനങ്ങൾ അതിനെ ഭയത്തോടും അതിശയത്തോടും കൂടി നോക്കിക്കൊണ്ടിരുന്നു. സൂക്ഷിപ്പുകാർ അകത്തുപോയി ബാബയോട് പുലിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞ് അനുവാദം വാങ്ങി. പുലിയെ ബാബയുടെ മുന്നിൽ കൊണ്ടുവന്നു. മസ്ജിദിന്റെ ഒതുക്കിന്റെ അടുത്തെത്തിയപ്പോൾ ബാബയുടെ പ്രഭ കണ്ടതോടുകൂടി ആ ജീവി പരിഭ്രമിച്ച് തലതാഴ്ത്തി നിന്നു. ബാബയും പുലിയും അന്യോന്യം കണ്ടതോടുകൂടി അത് ഒതുക്കിൽ മേൽ കയറി ബാബയെ സ്നേഹഭാവത്തോടുകൂടി നോക്കി നിന്നു. അതുടനെ വാലിന്റെ കൊടി പൊക്കി നിലത്ത് 3 അടി അടിച്ച് താഴോട്ട് ചത്തു വീണു. പുലി ചത്തുപോയത് കണ്ടപ്പോൾ സൂക്ഷിപ്പുകാർക്ക് ആദ്യം നിരാശ തോന്നിയെങ്കിലും പിന്നീട് അവർ ബുദ്ധിപൂർവ്വം അതിനെപ്പറ്റി ആലോചിച്ചു. ആ മൃഗം സുഖക്കേട് പിടിച്ച അവശനായ സ്ഥിതിക്ക് ബാബയുടെ പാദങ്ങളിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചത് വളരെ നന്നായി എന്നവർക്ക് ബോധ്യപ്പെട്ടു. അത് അവരുടെ കടക്കാരായിരുന്നു. ആ കടം കൊടുത്ത് വീട്ടിയതോടുകൂടി അതിന് ബാബയുടെ പാദങ്ങളിൽ വെച്ച് ജീവിതം അവസാനിച്ച് കിട്ടുവാൻ കഴിഞ്ഞതാണ്. ഏത് ജീവജാലമായാലും ഋഷീശ്വരന്മാരുടെ മുന്നിൽ കുമ്പിട്ട് ജീവിതം അവസാനിച്ചാൽ അവർക്ക് സദ്ഗതിയാണ്. മുജ്ജന്മ സുഹൃതം കൊണ്ടല്ലാതെ അവർക്ക് അങ്ങനെ സന്തോഷകരമായ അവസാനം കൈവരുന്നതല്ല. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്.